Sorry to keep you waiting. Coffee time? Okay. Stop staring. എന്തേ? ഞാൻ കോൺഷ്യസ് ആവും. I know I'm a little overweight. ഞങ്ങൾ പാലാക്കാരനച്ചാന്മാർക്ക് നത്തോലി ഫ്രൈക്കാളും ബീഫ് ഒലത്തിയതാ ഇഷ്ടം. ഒന്നാമൻ തിങ്കളിൽ ഒരു രൂപമായി രണ്ടാമൻ തിങ്കളിൽ ഇരുരൂപമായി മൂന്നാമൻ അഞ്ചാമൻ തിങ്കളിൽ പഞ്ചമി നോറ്റുതേ ആറാമൻ തിങ്കളിൽ ആടിമറിഞ്ഞത് ഏഴാമൻ തിങ്കളിൽ എഴുതി തെളിഞ്ഞത് എട്ടാമൻ തിങ്കളിൽ ഞെട്ടിയുണർന്നത് ഒൻപതാമൻ തിങ്കളിൽ ഓടി മറഞ്ഞത് പത്താമൻ തിങ്കളിൽ പാൽക്കടൽ പൂക്കുത് ഒന്നാമൻ തിങ്കളിൽ ഒരു രൂപമായി രണ്ടാമൻ തിങ്കളിൽ ഇരുരൂപമായി Let me tell you something. പറ. തനിക്കറിയോ, ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ എൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ട്. അവരെല്ലാം തിരിച്ച് സ്നേഹിക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഈ കമ്മിറ്റ്മെൻറ്റ്, പ്രേമം, കല്യാണം, ഇതിലൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല. ഐ ജസ്റ്റ് വോണ്ട് ടു ലെറ്റ് യു നോ, ദാറ്റ്സ് ഇറ്റ്. ഈ ഡയലോഗാണോ എല്ലാവരോടും പറയാ? ഐ ഡോണ്ട് ഹാവ് എനി റിഗ്രറ്റ്സ് അബൌട്ട് ലാസ്റ്റ് നൈറ്റ്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. പിന്നെ അത് വിചാരിച്ച് പ്രേമമൂത്ത് ഞാൻ തന്നോട് ഒരിക്കലും കല്യാണം കഴിക്കാൻ പറയില്ല. ആൻഡ് ഐ ഡോണ്ട് ബിലീവ് ഇൻ മാരേജ്. താൻ എൻ്റെ ടൈപ്പും അല്ല. അനന്ത് ഏബ്രഹാം, ഒരു കാര്യം, അയ്യാ, പോകുമ്പോഴേ ആ ഡോറൊന്ന് അടയ്ക്കണം. ഓ, ഒരു ദിവസം ഒറ്റയ്ക്കാക്കിപ്പോയാൽ അപ്പം തന്നെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കണം അല്ലേ? അല്ല, പാതിരാത്രി ആരെങ്കിലും ഏണിയിൽ വലിഞ്ഞു കയറി സീലിങ്ങിന് പെയിന്റ് അടിക്കോ? പെയിന്റ് അടിക്കാർക്ക് കൂടി ഉണ്ടാവില്ലേ ഈ ആത്മാർത്ഥത? അങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? വേദന ഉണ്ടോ? അധികം സംസാരിക്കണ്ട, മരുന്ന് കഴിച്ചതല്ലേ, ക്ഷീണം കാണും. നീ ഒന്ന് നോക്ക്, ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. ശരി, ഞാൻ നോക്കിയിട്ട് വരാം. ഹായ് മോളു. ഹായ് ഡാഡ്. സീരിയസ് ഒന്നുമല്ലല്ലോ? ഏയ്, മീനമ്മ വിളിച്ചപ്പോൾ ഞാൻ ഒരു മീറ്റിംഗിലായിരുന്നു. കം. എന്താ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണോ? ഏയ്, നിന്റെ അമ്മ ഇപ്പം ആര് പറഞ്ഞാലും അനുസരിക്കുക. അതൊക്കെ വിടുന്നേ. സീ വാട്ട് ഐ ഹാവ് ബ്രോട്ട് യു. ബെൽജിയത്ത് നിന്ന് വാങ്ങിയതാ. യു ലൈക്ക് ഇറ്റ്? അമ്മയ്ക്കാണോ? നിനക്കറിയാലോ ഞങ്ങൾ തമ്മിൽ ചേരില്ല എന്ന്. ഓ, അതുകൊണ്ടാണല്ലോ 28 വർഷമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കണേ, ഒരു ഡിവോഴ്സ് പോലും ഇല്ലാതെ. അതേ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല.
അറിഞ്ഞില്ല. അമ്മയെ കണ്ടോ? അല്ല, എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോവാം. ഓക്കെ മിസ്റ്റർ നരേന്ദ്രൻ, മുഖം കണ്ടപ്പോഴേ മനസ്സിലായി. ബൈ ഡാഡ്. ഓക്കെ, ബൈ. യു ടേക്ക് Bye. കെയർ. യാ, ബൈ. അച്ഛൻ വന്നിരുന്നു. ഞാൻ കണ്ടു. അതെനിക്ക് അമ്മേനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഞാനും കണ്ടേ. രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് പോവോ? ഇതിപ്പോ എത്രാമത്തെയാ? എണ്ണൊന്നും ഇതുവരെ നോക്കിയിട്ടില്ല. നീ ഇങ്ങനെ ഓരോ ട്രോഫികൾ വാങ്ങിക്കൂട്ടിക്കോ. ആവശ്യത്തിലധികമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയാ നമ്മൾ ഓർക്കണേ. നോ ചാൻസ്. കിടു കിടു. Smile. Okay, done. Take rest for some time. How's it going? Yeah, good. Hey, see the clicks. I like this. It's super. I like it too. This is better. സഞ്ജു, Mm. സഞ്ജു, Mm. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. സഞ്ജു, ഐ എം പ്രഗ്നന്റ്. What? ഞാൻ പ്രഗ്നന്റ് ആണ്. നീ എന്താ ആളെ കളിയാക്കുക? ഈ ബർഗർ കഴിക്കുന്നെന്ന് പറയുന്ന പോലെ കൂളായിട്ടാണല്ലോ നീ പറയുന്നത്. പിന്നെ ഞാൻ ഇവിടെ നിലവിളിച്ച് ബളം വെച്ച് പറയണോ ഞാൻ ഗർഭിണിയാണെന്ന്? സഞ്ജു, യു ഫിനിഷ് ദ ഷൂട്ട്. നമുക്കൊരു ഇടം വരെ പോകണം. So, congratulations, Adra. You're pregnant. ഓക്കെ. ഓക്കെയോ? എന്തൊക്കെ? ഞാൻ കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞത് ഒരു ഫോർമാലിറ്റിക്ക് മാത്രമാണ്. ഞാൻ വിചാരിച്ചു സെക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവുമായിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ പെൺകുട്ടികൾ എമർജൻസി പില്ല് കഴിക്കുന്നത് മിഠായി കഴിക്കുന്ന ലാഘവത്തിലാണല്ലോ. പിറ്റേ ദിവസം എൻ്റെ അമ്മ ഒന്ന് വീണു, കൈ ഒടിഞ്ഞു. അമ്മേനെ നോക്കുന്ന തിരക്കിൽ ഞാൻ ആ പില്ല് കഴിക്കാൻ മറന്നു. എപ്പോഴാണ് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്? കല്യാണം കഴിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. ഐ നോട്ട് ഈവൻ ടോൾഡ് ദം. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്ക്. യു ആർ 32. കല്യാണം കഴിക്കുകയാണെങ്കിൽ യു ക്യാൻ കീപ് ദ ബേബി. അതിന് കല്യാണം കഴിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ അബോട്ട് ചെയ്യാനാണോ ഉദ്ദേശം? വെൽ, ആതിരയ്ക്കിപ്പോൾ 1.5 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് വേറെ പ്രൊസീജിയറൊന്നും വേണ്ട. ഞാനൊരു ടാബ്ലറ്റ് എഴുതി തരാം. ഇത് രാത്രി കഴിച്ചാൽ മതി. 2 ദിവസം നല്ല പെയിൻ ഉണ്ടാവും. താങ്ക് യു ഡോക്ടർ. താങ്ക്സ്. ആതിര, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. പിന്നെ കല്യാണം അത്ര ഭീകര പ്രശ്നമല്ലെങ്കിൽ ഈ കുഞ്ഞിനെ വെറുതെ കൊല്ലണ്ടല്ലോ. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയായിരുന്നു ഇത്രയൊക്കെ ഒപ്പിച്ചെന്ന്. എത്ര വലിയ ഫ്രണ്ട് ആച്ചാലും ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. എന്നാ പിന്നെ നിനക്ക് അവനോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഇല്ല. ഇല്ലേ? എന്തില്ലെന്ന്? നീ നിന്റെ വെപ്രാളം ഒന്ന് നിർത്തൂ. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. Are you in love with him? It was just one night. നിന്റെ അമ്മയ്ക്ക് അറിയോ ഇത്? No. പാവ ആന്റി ഇത് അറിഞ്ഞ എത്ര സ്ട്രെസ്ഡ് ആവും. നീ എപ്പോഴും ആന്റിയോട് പറയുന്നത്? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ ആദ്യം? കേൾക്കുന്നുണ്ട്. നിന്റെ വെപ്രാളം കണ്ടാ തോന്നും നീയാ പ്രഗ്നന്റ് എന്ന്. Yeah, I'm tensed. സത്യം പറഞ്ഞ എനിക്കിപ്പോ നിന്നോട് ലേശ അസൂയ. ഞാനവന് മുമ്പ് ഒന്ന് ട്രൈ ചെയ്തതാ. What? കുറച്ച്. പക്ഷെ അവൻ വീണില്ല. പക്ഷെ അന്ന് എനിക്കറിയില്ലല്ലോ അവൻ നിന്റെ കൊച്ചിന്റെ അച്ഛനാവാൻ പോവാന്നുള്ളത്.
ആ മോനെ സാധനം കയ്യിലുണ്ടോ? ആ കൊരണ്ണുള്ളൂ ബ്രോ, തരാൻ പറ്റില്ല. എനിക്ക് വേണ്ട. What? Just one? Oh. ഹായ്, Hi. how are you? Good. Adri അറിയില്ലേ? ആ അറിയാം. Congratulations. എന്തിന്? താൻ അച്ഛനാവാൻ പോവാ. What? അവൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവള് പറയില്ല. She's planning to keep the baby. Ma, I have to tell you something. പറഞ്ഞോ. I'm pregnant. ലെറ്റ്സ് ഗോ ഹോം ആൻഡ് സ്പീക്ക്. ഒരു ചായ കുടിച്ചാലോ? വാണിയുടെ കല്യാണത്തിന് വെച്ച് കണ്ടതാ. അനന്ത് എബ്രഹാം ഈസ് എ മ്യൂസിഷ്യൻ. അതിന് നീ ഒരു ദിവസമല്ലേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ? ഒരു ദിവസം. നിനക്കതൊക്കെ തമാശയാണോ? അമ്മ, it just happened. ഹൗ കൻ യു ജസ്റ്റ് സേ ദാറ്റ് ദിസ് ജസ്റ്റ് ഹാപ്പൻ? നിനക്കറിയാലോ, സാധാരണ അമ്മമാരെ പോലെ അല്ല ഞാൻ. എനിക്കെല്ലാം മനസ്സിലാവും. ഐ നോ ദാറ്റ് ദ വേൾഡ് ഹാസ് ചേഞ്ച്ഡ് ആദി. അമ്മ ടീ തകൊളി. Thank you, അണ്ണ. ആദി, നമുക്ക് ഇന്ന് തന്നെ ഒരു ഡോക്ടറിനെ പോയി കാണണം. ഞാനൊരു ഡോക്ടറെ കണ്ടു. അവരെനിക്ക് അബോർഷൻ പില്ലും തന്നു. പിന്നെ നീ അതൊന്നും കഴിച്ചില്ലേ? ഇല്ല, എനിക്ക് ഈ കുട്ടിയെ വേണം. സോ ആർ യു ഗെറ്റിംഗ് മാരിഡ്? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മാരേജ്. എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും താല്പര്യമില്ല. പിന്നെ എന്തിനും ഞാൻ കല്യാണം കഴിക്കണം? അമ്മ തനിച്ചല്ലേ എന്നെ വളർത്തിയത്. പക്ഷെ നീ ജനിച്ചപ്പോ ഞാനും നിന്റെ അച്ഛനും ലീഗലി മാരിഡ് ആയിരുന്നു. ഇപ്പോഴും പേരിനെങ്കിലും അങ്ങനെയാണ്. നിനക്ക് ഈ കുട്ടിയെ വേണമെന്ന് എന്തെത്ര വാശി? ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ അഡോപ്റ്റിംഗ് എ ചൈൽഡ്. ബട്ട് ദിസ് ഇസ് എ റെസ്പോൺസിബിലിറ്റി ഫോർ എ ലൈഫ് ടൈം. എനിക്കറിയാം അമ്മ. എനിക്കറിയേണ്ടത് അമ്മ എൻ്റെ കൂടെ ഉണ്ടാവുമെന്നാ. ഞാൻ എന്തിനും നിന്റെ കൂടെ ഉണ്ടാവും. പാടാൻ പറ്റുന്നില്ല. എന്നാച്ചു മച്ചാ, നീ ആ പ്രശ്നത്തെ ഇതുവരെ വിട്ടുപോയില്ലേ? ഇതൊക്കെ നോർമലാണ്. നീ ഇങ്ങനെ അപ്സെറ്റ് ആവല്ലേ. നിന്റെ അപ്പനെ ഇത്ര വലിയ റബ്ബർ മോലായിട്ടും സമയത്ത് നീ റബ്ബർ മറന്നില്ലേ? അതല്ലേ ഈ പണിക്ക് കിട്ടി. നിനക്കൊക്കെ തമാശ. ഐ എം ഷൂട്ടിംഗ് ബ്രിക്സ് മാൻ. നീ ഒരു കാര്യം ചെയ്യ്, അവളോട് അത് അബോട്ട് ചെയ്ത് കളയാൻ പറയും. അതാണ് പ്രശ്നം. അവളാണെങ്കിൽ കുട്ടിയെ വളർത്താൻ തീരുമാനിച്ചിരിക്കാൻ. അതിനവള് നിന്നെ നിർബന്ധിക്കുന്നുണ്ടാ കല്യാണത്തിന്? മോനെ, അതിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. അവള് പ്രഷറൈസ് ചെയ്യില്ല. പക്ഷെ അവളുടെ ഫ്രണ്ട് വന്ന് എന്നോട് പറഞ്ഞു. അവൾക്ക് നിർബന്ധമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താണ് പ്രശ്നം? എന്താ പ്രശ്നം എന്നോ? വാട്ട് നോൺസെൻസ് യു ഗൈസ് ആർ ടോക്കിംഗ്. നിനക്കെന്തിനാണ് ഇത്ര വലിയ കുറ്റബോധം? നീ അവളെ ഫോഴ്സ് ചെയ്തിട്ടൊന്നുമല്ലല്ലോ. യു ബോത്ത് ആർ റെസ്പോൺസിബിൾ. ഹലോ എന്താ ഇത്ര വലിയ പ്രശ്നം? നിങ്ങൾ ആണുങ്ങൾക്കൊരു വിചാരമുണ്ട് കല്യാണം കഴിച്ച പെണ്ണുങ്ങളെ രക്ഷിക്കുകയാണെന്ന്. എന്തൊരു പേടിത്തൊണ്ടന്മാരാ നിങ്ങള്. യു നോ വോട്ട്, എനിക്കിപ്പോ അവളോട് ബഹുമാനം തോന്നാ. കാരണം അത് നിന്നെ അറിയിക്കേണ്ട ആവശ്യം പോലുള്ളെന്ന് അവക്ക് നല്ല ബോധ്യമുണ്ട്. ഓ കം ഓൺ, ഈ സ്ത്രീശക്തി മൂവ്മെന്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമോ? ഓക്കേ, സ്റ്റോപ്പ് ഓൾ ദിസ്. ലെറ്റ്സ് ഫോക്കസ് ഓൺ ദ സോങ്. I need a break. You guys continue.